പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 13-ാം വാക്യമാണ്. 13 തൊട്ടുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ കുവിച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അപ്പോൾ കർത്താവ് നമ്മളെ വിളിച്ച് നമ്മളോട് ഇന്നും പറയാനുള്ളത്, ഈ പ്രഭാതത്തിനും പറയാനുള്ളത്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പ്രതികൂലങ്ങൾ വരത്തില്ലെന്നല്ല. നമ്മുടെ ജീവിതത്തിൽ നിരാശ തോന്നിക്കുന്ന പല ഘട്ടങ്ങൾ നമ്മളിലുണ്ടാകാം. അത് ആത്മീയർക്കും അനാത്മീയർക്കും വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാർക്കും ഒക്കെ ജീവിതത്തിൽ മാനസികമായ വ്യഥ ഉളവാകുന്ന സാഹചര്യങ്ങൾ ഉളവാകാം. കർത്താവ് സാക്ഷീകരിച്ച ഒരു മനുഷ്യൻ ബൈബിളിലുണ്ട്. യേശു ഇങ്ങനെ പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. കർത്താവിന് വേണ്ടി അരയും തലയും മുറുക്കി നിന്ന ഒരു യോദ്ധാവാണ് ആത്മീയ തലത്തിൽ സ്നാപക യോഹന്നാൻ. എന്നാൽ സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ആളുകളെ യേശുവിൻ്റെ അടുക്കൽ വിട്ടു. വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ വേറൊരുത്തനെ കാത്തിരിക്കണമോ? വരുവാനുള്ളവൻ ഇവനാണ് എന്ന് മുന്നമേ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാണ് എൻ്റേത്. ഞാൻ കേവലം ഒരു എക്കോയാണ്, വചനത്തെ ഞാൻ ഏറ്റെടുത്ത് പറയുന്നു എന്ന് പ്രസ്താവിച്ച വ്യക്തി. ഇവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് അരുളി ചെയ്ത കർത്താവ്, അരുളി ചെയ്ത അങ്ങനെ പ്രസ്താവിച്ച ധീരനായ ഒരു യോദ്ധാവിനെ പോലെ ശോഭിക്കുന്ന വ്യക്തിത്വമാണ് സ്നാപക യോഹന്നാൻ. എന്നാൽ ഇപ്പോൾ തടങ്കലിലാണ്. തൻ്റെ കഴുത്ത് വെട്ടുമെന്നുള്ള മട്ടായി ഹേരോദാവ്, വെട്ടിക്കും എന്നുള്ള മട്ടായി. അപ്പോൾ ചിലരെ വിട്ടിരിക്കുകയാണ്. രാജ്യം സ്ഥാപിക്കപ്പെടാൻ പോകുന്നുവെന്ന് പ്രസ്താവിച്ചവനാണ് ഈ സ്നാപക യോഹന്നാൻ. എന്നാൽ സ്നാപക യോഹന്നാൻ കരുതിയത് ഇങ്ങനെയാണ്, ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം കരുതിയത്. ഈ യേശു തേജസ്സോടെ ശക്തനായ ലീഡറായിട്ട് മശീഹയായിട്ട് ഈ ലോകത്തെ ഭരിക്കും. അദ്ദേഹത്തിന് പാതയൊരുക്കി ഞാനും ആ രാജ്യത്തിൽ കാണും എന്നൊക്കെയുള്ള പ്രത്യാശ സ്നാപക യോഹന്നാൻ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരാഗ്രഹവാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേഹം, ഇത് മെസ്സിഹ തന്നെയാണോ? മെസ്സിഹയാണെങ്കിൽ എന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ലേ? അനോയിൻറ്റഡ് കിങ് ആണ്, ഇസ്രയേലിൻ്റെ രാജാവായി വരുന്ന മെസ്സിഹ. അപ്പോഴാണ് ആളിനെ വിട്ടത്. അപ്പോഴേ യേശു ക്രിസ്തു അതിന് മറുപടി പറഞ്ഞത് എന്തുവാ? എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. അങ്ങനെ പറഞ്ഞിട്ട്, എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് യേശു വലിയൊരു ഓഡിയൻസിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അനേകർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സ്നാപക യോഹന്നാൻ്റെ ആളുകൾ വന്ന് സംസാരിച്ചത്. അപ്പോൾ തന്നെ യേശു പുറപ്പെട്ട് രോഗികളെ സൗഖ്യമാക്കുന്നു, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടർക്ക് കേൾവി കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ബന്ധനത്തിലിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കുന്നു. ഇങ്ങനെ നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനോട് പറയുക. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ദൈവത്തിൻ്റെ മശിഹ ചെയ്യുമെന്നുള്ളത് വചനത്തിലൂടെ നന്നായിട്ട് അറിയാവുന്ന, വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. എങ്കിലും എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ എന്ന ഒരു പ്രസ്താവനയും ആ യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞയക്കുന്നു കർത്താവ്. അവർ പോയി കഴിയുമ്പോഴാണ് കർത്താവ് യോഹന്നാനെക്കുറിച്ച് അവരോട് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനാരുമില്ല. പ്രൈസ് ദി ലോർഡ്. അവനെ അനുമോദിച്ച് സംസാരിക്കുന്നു.
എങ്കിലും എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. അതിൻ്റെ അർത്ഥം എന്താ? തനിക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്നാണോ അതിൻ്റെ അർത്ഥം? യേശുവിനെ ഏറ്റവും ശക്തമായി ഇസ്രായേൽ ജാതികളുടെ മധ്യേ പ്രദർശിപ്പിച്ച വ്യക്തിത്വമാണ് സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാനാണ് ഇപ്പോൾ തടവിലായിരിക്കുന്നത്, കൊല്ലപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ചില സംശയ നിർവഹണത്തിന് വേണ്ടി അദ്ദേഹം യോഹന്നാൻ ആളിനെ വിട്ടിരിക്കുകയാണ് യേശുവിൻ്റെ അടുക്കൽ. ദാറ്റ് മീൻസ് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്യുന്ന കർത്താവ് നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ലെന്നല്ല പറയുന്നത്, നിന്റെ പ്രശ്നത്തിലും നിന്നോട് കൂടെ ഉണ്ടെന്നാണ്. നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളുണ്ടായിരിക്കാം, വേദനകൾ സഹിക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ എൻ്റെ ദൈവം എന്നെ മറന്നോ? ഇല്ല കുഞ്ഞേ, നിന്നെ മറന്നിട്ടുള്ള കർത്താവല്ല, നിന്നോട് കൂടെയുള്ള കർത്താവാണ്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഉണ്ട് എന്ന് പറഞ്ഞവൻ നമ്മളോട് കൂടെയുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വ്യക്തമായ പ്ലാനും പദ്ധതിയുമുണ്ട്. ഒരു ദൈവ പൈതൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഉപദ്രവങ്ങളോ പ്രയാസങ്ങളോ സാമ്പത്തിക ഭേദങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ലെന്നല്ല അർത്ഥം. നിന്റെ പ്രശ്നത്തെ നിന്നോട് കൂടെ സഹിക്കുന്നവനായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. കൈവിടാത്ത കർത്താവ് കൂടെയുണ്ട്. കർത്താവ് ഒരു ഉപമ പറഞ്ഞു വിത്ത് വിതയ്ക്കാൻ പോകുന്നതിനെക്കുറിച്ച്. അത് നല്ല സ്ഥലത്ത് വിതയ്ക്കുന്നു. അപ്പോഴതിനെ സങ്കീർത്തനക്കാരൻ അതേക്കുറിച്ച് പറയേണ്ടതുണ്ട്. വിത്ത് വിലപിച്ചുകൊണ്ടാണ് വിത്ത് വിതയ്ക്കാൻ പോകുന്നത്. ഞാൻ നാഗാലാൻഡിൽ ജോലി ചെയ്തിട്ടുണ്ട് 4-5 കൊല്ലം. അപ്പോൾ അവിടുത്തെ സ്ത്രീകളൊക്കെ അവർക്ക് കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ കഴുത്തേൽ ഒരു സഞ്ചി പോലെ ഒന്ന് കെട്ടി തൂക്കിയിട്ട് അതിനകത്ത് കുഞ്ഞിനെയൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ തലയിൽ അല്ലല്ല അവരുടെ പെടലിക്ക് അവർ ചുമന്നുകൊണ്ടാണ് പോകുന്നത് ഈ വിത്ത്. അപ്പം വിലപിച്ചുകൊണ്ടാണ് വിത്ത് വിതയ്ക്കാൻ പോകുന്നത്. എന്നാൽ ആർത്ത് ഘോഷിച്ചുകൊണ്ടാണ് ഹാർവെസ്റ്റ്, കൊയ്ത്ത് നടത്തിക്കൊണ്ട് അവർ വരുന്നത്. പ്രയാസത്തോടു കൂടിയാണ് വിത്ത് വിതയ്ക്കുന്നത് എന്ന് പറഞ്ഞ പ്രവൃത്തി നാം ചെയ്യുന്നത്. ഈ ലോകത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുമ്പോൾ വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, ഒരു ദൗത്യമുണ്ട്. അതിനകത്ത് പ്രയാസമുണ്ട്, അതിനകത്ത് പ്രതികൂലം വന്നേക്കാം. എന്നാൽ ധീരമായി നാം അത് ചെയ്യണം. ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെ ഉണ്ട്. നാം തളർന്നു പോകാതെ കർത്താവിന് വേണ്ടി നിൽക്കണം. എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടും ധൈര്യത്തോടും കൂടി ഒരു ഭക്തൻ തൻ്റെ പ്രവൃത്തി ചെയ്യണം എന്നുള്ള സന്ദേശമാണ് കർത്താവ് ഈ വചനത്തിലൂടെ തരുന്നത്. ഹല്ലേലൂയ. മോഡേൺ യുഗത്തിലെ ഏറ്റവും വലിയ മിഷണറി വീരനാണ് വില്യം കേറി. നമുക്ക് ചരിത്രം അറിയാം. വില്യം കേറി ഒരു ബാപ്റ്റിസ്റ്റ് മിഷണറി ആയിരുന്നു. മിഷണറി എന്നൊന്നും പറയാനൊക്കത്തില്ല. അദ്ദേഹം ഒരു സാധാ മനുഷ്യൻ, ഒരു വിശ്വാസി, എന്നാൽ ഒരു ശുശ്രൂഷ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾ. ഇംഗ്ലണ്ടിൽ വലിയ ബാപ്റ്റിസ്റ്റ് മിഷൻ്റെ പ്രവർത്തനം നടക്കുകയാണ്, മിഷണറിമാരുടെ. ആ കൂട്ടത്തിൽ അദ്ദേഹവും ചെന്നു. അപ്പോഴങ്ങനെ ഇരുന്നപ്പോൾ മിഷന് വേണ്ടിയുള്ള ചലഞ്ചസ് അതിൻ്റെ പ്രസിഡന്റ് കൊടുക്കുകയാണ്, മിഷൻ ചലഞ്ച്. അത് കേട്ടുകൊണ്ട് വില്യം കേറി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എനിക്ക് ഇന്ത്യയിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോയാൽ കൊള്ളാവുന്നുണ്ട്. ഇന്ത്യയിലോട്ട് സുവിശേഷം അറിയിക്കാൻ പോകുന്നത് പ്രയാസമുള്ള കാര്യമാണെന്നറിയാം. ഈ ഭാരതത്തിൽ സുവിശേഷീകരണം പ്രയാസമുള്ളേറിയ ഒരു കാര്യമാണെന്നുള്ളത് 1-ാം നൂറ്റാണ്ട് വരെ മുതലേ ആളുകൾക്കറിയാം. കാരണം വിവിധ ലാംഗ്വേജുകൾ, വിവിധ സംസ്കാരം, വിവിധ മതങ്ങൾ, ഒരിക്കലും മറ്റൊന്ന് ഏറ്റെടുക്കാൻ മനസ്സില്ലാത്ത ഒരു വൃന്ദം ആളുകൾ, ഇതെല്ലാമുള്ള ഒരു ഗ്രൂപ്പാണ് ഇന്ത്യയിലെ ആളുകൾ. അത് നന്നായിട്ട് അറിയാം 17-ാം നൂറ്റാണ്ടിലെ മിഷണറിമാരായിട്ടുള്ള ബ്രിട്ടീഷ് മിഷണറിമാർക്ക്. അദ്ദേഹം പറഞ്ഞു, അവിടെ ഇരിക്കാൻ പറഞ്ഞു അതിൻ്റെ ബാപ്റ്റിസ്റ്റ് പ്രസിഡന്റ്. രണ്ടാമത് ഉള്ളിൽ ഒന്നുകൂടെ പറഞ്ഞു, എനിക്ക് വളരെ താല്പര്യമാണ്. അന്നേരം പറഞ്ഞു, ഇദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ, mid-20s പ്രായമേ ഉള്ളൂ. അദ്ദേഹത്തോട് ആ ബാപ്റ്റിസ്റ്റ് മിഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞു, സിറ്റ് ഡൗൺ യു യങ് മാൻ. ഇഫ് ഗോഡ് വാണ്ട് ടു സെൻഡ് someone to the heathen, he will find someone, but you sit here. നീ ഇവിടെ ഇരിക്കേ, മറ്റുള്ളവരെ ആരെയും ദൈവം വിട്ടോളൂ. അപ്പനറിഞ്ഞു വില്യം കേറിയുടെ താല്പര്യം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോന് ഭ്രാന്ത് പിടിച്ചെന്താ തോന്നുന്നത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് കപ്പലിൽ ഒരു ടിക്കറ്റ് എടുക്കാനായിട്ട് ചെന്നു. കപ്പലിലാണ് യാത്ര. അവരദ്ദേഹത്തിന് മിഷണറി ആയിട്ട് പോകുന്നത് കൊണ്ട് ടിക്കറ്റ് കൊടുത്തില്ല.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്ദേശം മതം പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല, ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ ഒന്ന് നന്നാക്കി യേശുവിലേക്ക് കൊണ്ടുവരുവാനുള്ള മനോഭാവമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ടിക്കറ്റ് കൊടുത്തില്ല. ഒടുവിലൊരു ഡാനിഷ് ഷിപ്പിൽ ഒരു ടിക്കറ്റ് കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം അവിടേക്ക് വന്നത്. അദ്ദേഹം സഹിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ നമുക്കറിയാം. ജാതീയമായ ചിന്തകൾ, താൻ പറയുന്നതിനെ ഏറ്റെടുക്കാത്ത മനോഭാവം, തൻ്റെ വൈഫിന് അസുഖം പിടിക്കുന്നു, മെൻ്റലി സിക്കാവുന്നു, ഒരു മകൻ വെള്ളത്തിൽ വീണ മരിച്ചു പോകുന്നു, തനിക്കൊരു ചെറിയ പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട്, ആ പ്രസ്സിന് തീ പിടിച്ച് ചാരമാവുന്നു. അത് കണ്ട് പരിഹസിക്കുന്ന ജനകൂട്ടം അപ്പുറത്ത് നിൽക്കുന്നു. ഈ ചാരത്തിൽ നിന്ന് ഇവൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള വെല്ലുവിളി. അദ്ദേഹം ദൈവഹിതപ്രകാരം അല്ലേ പോയത്? പിന്നെ എന്തുകൊണ്ട് ആ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു? ദൈവ പൈതലേ, നാം ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, കണ്ണീരിൻ്റെ അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ കർത്താവിന് പറയാനുള്ളത്, ലോക അവസാനത്തോളം ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ഭയപ്പെടേണ്ട എന്നാണ്. നമ്മുടെ ഉറപ്പ്, നമ്മുടെ പ്രത്യാശ, നമ്മുടെ ആശ്രയം യേശുവിലാണ്. എൻ്റെ എല്ലാ കഷ്ടങ്ങളിലും അഗ്നിയിലൂടെ കടന്നുപോയ ബാലന്മാരോടുകൂടി ഇരുന്ന ദൈവ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ട്. ആ ബോധ്യം. സിംഹക്കുഴിയിൽ എറിയപ്പെട്ട ദാനിയേലിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ ആശ്രയബോധം. നാം ക്രിസ്തുവിൽ വലുതാക്കണം, നമ്മുടെ ആശ്രയം വലുതാക്കണം. ഒരു ദിവസം പോലും ദൈവാശ്രയമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുവാൻ ഇടവരരുത്. ദൈവം തൻ്റെ പൈതങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവനിലുള്ള ആശ്രയം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. എൻ്റെ ദൈവത്തിലുള്ള ആശ്രയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് അതുപോലെ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നീതിമാൻ്റെ മരണം, പഴയ നിയമത്തിലും പറഞ്ഞുകൊണ്ട്, നീതിമാൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. എന്നാൽ ദുഷ്ടൻ്റെ മരണത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഒരു നീതിമാൻ മരിക്കുകയാണെങ്കിൽ ദൈവം പറയും പോരട്ടെന്ന് പറയും. ദുഷ്ടൻ മരിക്കുകയാണെങ്കിൽ ദൈവത്തിന് അത് പ്രസാദമല്ല. ഇവൻ കുറേ കൂടി ഒരാളോട് ജീവിച്ചോട്ടെ, ഇവൻ എപ്പോഴെങ്കിലും മനോഭാവം മാറി മാനസാന്തരപ്പെട്ട് ഇവൻ എങ്കിലേക്ക് വന്നിട്ട് അങ്ങനെ മരിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ടാണ് ദുഷ്ടൻ്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. നീതിമാൻ്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ട്. കാരണം തൻ്റെ ഭക്തൻ തൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദുഷ്ടൻ സങ്കടപ്പെടുന്ന ദുഷ്ടൻ്റെ മരണത്തിൽ സങ്കടപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഏത് ദുഷ്ടനെയും സ്നേഹിക്കുന്നവനാണ് കർത്താവ്. അവൻ്റെ മാനസാന്തരം എപ്പോഴുണ്ടെന്ന് നോക്കിയിരിക്കുന്ന ദൈവം. അപ്പം നമ്മളൊക്കെ ചിന്തിക്കും, നമ്മളാരും ദുഷ്ടന്മാരല്ലല്ലോ. യേശുവിൽ ആശ്രയിക്കാത്ത ഹൃദയം ദുഷ്ടഹൃദയമാണ്. യേശുവിനെ സ്വീകരിക്കാത്ത ഹൃദയം ദുഷ്ടഹൃദയമാണ്. അങ്ങനെയുള്ള ഒരു പ്രീ ഹിസ്റ്ററി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ദുഷ്ടന്മാരായിരുന്നു. എന്നാൽ യേശുവിലുള്ള വിശ്വാസവും അവനിലുള്ള ആശ്രയവും അവനെ അനുഗമിക്കണമെന്നുള്ള താല്പര്യവും ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് രക്ഷിക്കപ്പെട്ടു നമ്മൾ ദൈവമക്കളായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ ഒക്കുകയുള്ളൂ. നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നമ്മുടെ ഗുണവിശേഷം കൊണ്ടൊന്നും അല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ നാം രക്ഷിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മൾ കഷ്ടതയിലൂടെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. എന്നെ അവൻ പ്രിപ്പയർ ചെയ്യുന്ന എന്തിനു വേണ്ടിയോ? അവൻ എന്നെ ഒന്നുകൂടെ മിനുസമുള്ള ഒരു കല്ലാക്കി പ്രയോജനീഭവിക്കുന്ന ഒരു ആയുധമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നാം മനസ്സിലാക്കാൻ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അപ്പോസ്തലൻ തുടർന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയെയും എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധത, അങ്ങനെയുള്ള പല സ്വഭാവ വിശേഷതകൾ രൂപം നൽകുന്നത് കഷ്ടതയാണ്. നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് വളരെയധികം സ്വഭാവ ദൈർഘ്യം നൽകുന്നത് നമ്മൾ കടന്നു പോകുന്ന കഷ്ടതയുടെ വേളകളിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാട്ടുകാരൻ എഴുതി, കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കഷ്ടതയിലും പാടുവാനുള്ള സന്മനസ്
വിശ്വാസിക്ക് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ പണിയുകയാണ് എന്നുള്ള ബോധം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. 139 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 139:16. നമ്മളവിടെ കാണുന്നുണ്ട്, ഹല്ലേലൂയ, പിണ്ണാകാരമായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് ഗോഡ് നോസ് us. നമ്മെ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ അറിഞ്ഞിരുന്നു. ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ട് എത്ര നാളായെന്ന് ബൈബിൾ പറയുന്നൊന്നുമില്ല. ആദിയിൽ എന്നുള്ള പ്രസ്താവനയേ ഉള്ളൂ. എന്നാൽ ആ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഹൃദയത്തിൽ നാം ഉണ്ടായിരുന്നു. അവൻ്റെ പുസ്തകത്തിൽ അവൻ നമ്മെക്കുറിച്ച് എഴുതിയിരുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമ്മുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ചോയ്സ് എന്താ? ഇന്ന നാട്ടിൽ, ഇന്ന വീട്ടിൽ, ഇന്ന മാതാപിതാക്കൾക്ക് ഞാൻ ജനിക്കണമെന്ന് നമ്മളാണോ തീരുമാനിച്ചത്? അപ്പം നമുക്കതിലെന്ത് പ്രശംസിക്കാനിരിക്കുന്നു? നമ്മുടെ സഹോദരന്മാർ ഇന്നാരുമായിരിക്കണമെന്ന് നമ്മളെന്തെങ്കിലും രൂപകൽപ്പന ചെയ്തുവോ? നാം ജനിക്കുന്നതിന് മുമ്പ് അല്ല, ദൈവവചനം പറയുന്നത് ലോകത്തിന് സൃഷ്ടി നടത്തുന്നതിന് മുമ്പ് തൻ്റെ പുസ്തകത്തിൽ ദൈവം എഴുതിയിരുന്നു നാം എവിടെ ജനിക്കണം, നമ്മുടെ മാതാപിതാക്കൾ ആരായിരിക്കണം, നമ്മുടെ കുടുംബം ഏതായിരിക്കണം, നമ്മുടെ ജനിക്കേണ്ട രാജ്യം അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ, ഭാഷ, ഇതൊക്കെ എവിടെയായിരിക്കണം. ഇതെല്ലാം തൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. നമുക്കതിലൊന്നും യാതൊരു കാര്യവുമില്ല. എല്ലാം ദൈവത്തിൻ്റെ തിരുഹിതം പോലെ നടക്കുന്നു എന്ന് വേണം നാം ഗ്രഹിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതിൻ്റെ 1-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി, ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 1. അപ്പോൾ അവരുടെ ഒരു പ്രവാചകന്മാരുടെ ലിസ്റ്റാണ് അവിടെ പറയുന്നത്, അല്ലേ? അവിടെ പല പ്രവാചകന്മാരുണ്ട്. ഞാൻ ഒരാളുടെ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. മനായേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ. ഈ മനായേൽ ആരോടോ കൂടെ വളർന്നെന്നാണ് എഴുതിയിരിക്കുന്നത്? കിങ് ഹേരോദാവിനോട് കൂടെ വളർന്നവനാ. അപ്പോൾ അവരൊരു ഹാഫ് ബ്രദർ ആയിരിക്കണം ഹേരോദാവ് മനായേലിൻ്റെ. ആ കുടുംബത്തിൽപ്പെട്ടവനാണ്, അവനോടുകൂടെ വളർത്തപ്പെട്ടവനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കി. ഹേരോദാവ് അനേകരെ കൊല ചെയ്തു. ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ തല വെട്ടിച്ചത് അവനാണ്. ഹല്ലേലൂയ. ഹേരോദ് അന്തിപ്പാസ് എന്നാണ് അവൻ്റെ പേര്. ഹേരോദ് എന്നുള്ളത് ആ കുടുംബത്തിൻ്റെ സ്ഥാനപ്പേരാണെങ്കിൽ ഇവൻ്റെ പേര് അന്തിപ്പാസ് എന്നാണ്. ഈ മനായേൽ വളർത്തപ്പെട്ടത് അന്തിപ്പാസ് ഹേരോദാവിനോട് കൂടാണ്. അവനൊരു കൊലയാളിയായി, ഒരു മർഡറായി മാറി. എന്നാൽ അവനോട് കൂടെ വളർത്തപ്പെട്ട മനായേൽ ആരായി മാറി? ഒരു പ്രവാചകനായി മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് മനായേലിനെ കുറിച്ചൊരു പ്ലാനുണ്ട്. ഇവനൊരു പ്രവാചകനായി മാറണം. നമുക്കൊക്കെ രക്ഷിക്കപ്പെടുവാനുള്ള മനോഭാവം ദൈവം തന്ന് ആർദ്ര കരുണയാൽ, ദൈവത്തിൻ്റെ കരുണയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല എന്ന് റോമാലേഖനം സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ നാം രക്ഷിക്കപ്പെട്ടു. നാം എന്തായി തീരണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിനൊരു നമ്മളെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. ചിന്തയില്ലാതെ പോയി ജീവിക്കാനല്ല. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ഞാൻ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുന്നു, പ്രയാസങ്ങളെ കാണുന്നു എൻ്റെ മുമ്പിൽ. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം ലോകാവസാനത്തോളം എല്ലാ നാളും എന്നോടുകൂടെ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലെന്നുള്ള ഒരു ബോധ്യം ഈ രക്ഷിക്കപ്പെട്ട ദൈവപൈതലിനുണ്ടായിരിക്കണം. എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന്, എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട് ദൈവത്തിന്. 28 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്ന ഒരു ദർശനമാണ്. നാട്ടിൽ ബൈബിൾ കോളേജ് നടത്തി ചിലരെയൊക്കെ ട്രെയിൻ ചെയ്ത് നോർത്ത് ഇന്ത്യൻ സുവിശേഷീകരണത്തിന് വേണ്ടി ആക്കി തീർക്കണമെന്ന്.
കഴിഞ്ഞ 27 വർഷത്തിൽ പരമായി അത് നിർവഹിപ്പാൻ ദൈവം തരുന്നു. ഒരു കാഴ്ചപ്പാടിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെനിക്ക് തന്ന ദൈവം എനിക്ക് തന്ന ദർശനമാണ്. പലയിടങ്ങളിൽ ആ സ്ഥലം അത് നടത്തുവാൻ, കേരളത്തിലാണ് ആദ്യം തുടങ്ങിയത്. നോർത്ത് ഇന്ത്യ പ്രവർത്തിക്കാനാണെങ്കിലും അവിടെ ട്രെയിൻ ചെയ്ത് നോർത്ത് ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുവാൻ. എന്നാൽ ഇന്നും അത് തുടരുന്നു. നിന്നു പോകേണ്ട പല സാഹചര്യങ്ങൾ വന്നു. മനസ്സിനെ അലട്ടുന്ന പല പ്രതികൂലങ്ങളും കടന്നു വന്നു. ഒരു പ്രസ്ഥാനത്തിൻ്റെയോ വലിയ സാമ്പത്തികമുള്ള വ്യക്തികളുടെ സപ്പോർട്ടിലോ അല്ല ഞാനത് തുടങ്ങിയത്. എന്നാൽ ഇന്ന് വരെ അത് നിന്നു പോകാതെ തുടരുവാൻ ദൈവം കൃപ നൽകി. ഒരു പക്ഷേ ബൈബിൾ കോളേജിന് പകരം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദർശനം അനേകർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരിക്കും. ഈ 3 മണിക്കൊക്കെ ഉണർന്നിരുന്നതിൻ്റെ കാരണം എന്താ? ഒന്നുകൂടെ കിടന്നുറങ്ങാനൊന്നുമല്ല, ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് ആ സമയത്ത് ഉണർത്തുന്നത്. അന്നേരം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും. 4-ാം യാമം എന്നൊക്കെ അതിന് പറയും. 3 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള സമയം. അന്നേരമൊക്കെ ബെഡേ നിങ്ങൾ എഴുന്നേക്കണമെന്നൊന്നുമില്ല. ഉണർന്ന് കിടക്കാന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഓർക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഇൻട്രസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാനായി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. കർത്താവിന് അറിയത്തില്ലയോ ഈ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൽ ഒരുത്തൻ യൂദയായിരിക്കുമെന്നുള്ളത്? ആ യൂദ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവിന് അറിഞ്ഞുകൂടെ? ലോകസ്ഥാപനത്തിന് മുമ്പ് അവന് സൃഷ്ടി ചെയ്ത കർത്താവിന് അറിയത്തില്ലേ ഇവനൊരു ഒറ്റുകാരനാണെന്ന്? അറിയാം. അതും ആ ശുശ്രൂഷയുടെ ഒരു ഭാവമാണ്. അവരിൽ ഒരുവനൻ തന്നെ ഒറ്റിക്കൊടുക്കും എന്നുള്ളത് നിറവേററ്റപ്പെടണം. എന്നാൽ അവന് തെറ്റി ഒഴിയാനുള്ള അനേക മാർഗങ്ങളുണ്ടായിരുന്നു. ഈ ചുംബനം കൊണ്ടോ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, ഇതുപോലെയുള്ള പല പ്രസ്താവനകൾ പറയുമ്പോൾ അവന് മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും അവൻ്റെ ഹൃദയത്തെ ദൈവത്തിനറിയാം, ഇവനിത് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവനും വേണം. എന്നാൽ ആ 11 പേരെ ഒറ്റിക്കൊടുക്കുകയല്ല ചെയ്തത്. ബാക്കി അവർ കർത്താവിന് വേണ്ടി ജീവൻ വെച്ച് പ്രവർത്തിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമേ ഉള്ളൂ സാധാ മരണം പ്രാപിച്ച വ്യക്തി. ബാക്കി 10 പേരും യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവനെ സമർപ്പിച്ചു മരിച്ചു. യോഹന്നാനും അങ്ങനെ തന്നെ സമർപ്പിച്ച വ്യക്തിയാണ്. തന്നെ തീയിൽ ബോയിൽ ചെയ്യുന്ന ഓയിലിട്ടെന്നാണ് ഒരു ചരിത്രം പറയുന്നത്. എന്നാൽ അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു. പത്മോസിലിട്ടത് തന്നെ കൊല്ലാനായിട്ടാണ്. വൾച്ചേഴ്സ് നിന്ന് ഇവൻ ചാകണം. എന്നാൽ അവിടെ അവർ രക്ഷപ്പെട്ടു. ലോകത്തിന് വരാനിരിക്കുന്ന പ്രവചനങ്ങളുടെ ഒരു ലിസ്റ്റ് കാട്ടിക്കൊടുക്കുവാണ്ടൊക്കെ ദൈവത്തിന് അവനിൽ പ്രസാദം തോന്നി. വരാനിരിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും ചിത്രീകരിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം, റെവലേഷൻ. ആ വെളിപ്പാട് പുസ്തകത്തിന് എഴുതാനുള്ള വ്യക്തിയായി ദൈവം തിരഞ്ഞെടുത്തത് അവനെയാണ്. ഹല്ലേലൂയ. എന്നെ ദൈവം എന്തിനു തിരഞ്ഞെടുത്തു? നമുക്ക് ചിന്തിക്കാം. നമ്മളെക്കാൾ സ്വഭാവ നൈർമല്യമുള്ള, നമ്മളെക്കാൾ കാണാൻ കൊള്ളാവുന്ന, ഞാനിങ്ങനെ പലപ്പോഴും ഇത് പറയാറുണ്ട്, ഇത് നമ്മളെക്കാൾ യോഗ്യന്മാരായ യോഗ്യതയുള്ള എത്രയോ പേര് ഈ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന് നമ്മളോട് പ്രസാദം തോന്നി. തൻ്റെ ആർദ്ര കരുണയാൽ കർത്താവ് നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, മക്കളാക്കി, അവകാശികളാക്കി. നമ്മുടെ ദൗത്യം എന്താണ്? ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. എന്ന് മാത്രമല്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളിച്ചെയ്തവൻ എൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, എൻ്റെ രോഗത്തിൻ്റെ മധ്യത്തിൽ, എൻ്റെ വേദനയുടെ മധ്യത്തിൽ, എൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ മധ്യത്തിൽ, മറ്റെന്തെല്ലാം പ്രശ്നങ്ങൾ ഒരു വ്യക്തി അഭിമുഖീകരിക്കുമോ ആ പ്രശ്നങ്ങളുടെ എല്ലാം മധ്യത്തിൽ കൂടെയുണ്ടെന്ന് അരുളിച്ചെയ്തവൻ, അവനിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നേറാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ എസ്തേറിനെ കുറിച്ച് ചിന്തിക്കുക. എസ്തേർ ഒരു ഓർഫനാണ്. അവൾക്ക് അമ്മയോ അപ്പനോ ഇല്ല അവളെ വളർത്താൻ. തൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരനാണ് വളർത്തുപുത്രിയായി അവളെ വളർത്തുന്നത്. സ്വന്തം ജാതിയുടെ മധ്യത്തിലല്ല അവൾ വളർത്തപ്പെടുന്നത്, പേർഷ്യൻ സാമ്രാജ്യത്തിലാണ്. അവരുടെ മധ്യേ വളർത്തപ്പെടുന്ന ഒരു വ്യക്തി. എന്നാൽ അവളെയും കർത്താവിന് ഒരു ദർശനം, അവളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവളെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു. അപ്പോഴാണ് അതിന് ഉപോത്ബലകമായി രാജ്യത്തൊരു കാര്യം ഉണ്ടാകുന്നത്. ഇത് ദൈവം ആദ്യം തന്നെ അവസാനം കാണുന്നവനാണ്. ഹാമാനെ ദൈവത്തിനറിയാം ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നു. യഹൂദന്മാരെ കംപ്ലീറ്റ് അനിഹിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹാമാൻ്റെ പദ്ധതി, പ്ലാൻ. അങ്ങനെ ഒരു പ്ലാൻ ഇവൻ തയ്യാറാക്കുമ്പം എന്ന് ദൈവത്തിനറിയാം.
വാസ്തി എന്ന് പറയുന്ന രാജ്ഞി ഒരു റബലിയസ് ക്വീനാണെന്നുള്ളത് ദൈവത്തിന് അറിയാം. രാജാവിനെ അനുസരിക്കാത്ത ഭാര്യ. അവളെ വിട്ടുകളയാനായിട്ട് അവിടെയുള്ളവരൊക്കെ രാജാവിനോട് ഉപദേശം കൊടുക്കുന്നു. അവൾ പോകുന്നു, അഹങ്കാരിയായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. അതിന് പകരമായിട്ടാണ് ലോകത്തിലുള്ള ആ രാജ്യത്തുള്ള സാമ്രാജ്യത്തിലുള്ള സകല സുന്ദരിമാരെയും കൊണ്ടുവരുന്നത്. ആ കൂട്ടത്തിൽ കൊണ്ടുവരപ്പെടുന്ന ഒരു യൗവനക്കാരത്തിയാണ് എസ്തർ, ഹഡാസ. എന്നാൽ ദൈവം രാജാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തു. ഇതാ ദൈവം അവൻ്റെ ഹൃദയത്തിൽ കാഴ്ച കൊടുത്തു, ഇവളിൽ പ്രസാദിക്കണം. അങ്ങനെ വാസ്തിക്ക് പകരം എസ്തർ രാജ്ഞിയായിത്തീരുന്നു. അവൾക്കവിടെ സുഖലോലുപയായിട്ടിരിക്കാൻ കഴിയും. രാജ്ഞിയാണ്, അവളെ ആരും കൊല്ലത്തില്ല. എന്നാൽ മൊർദെഖായി, ദൈവപുരുഷനായ മൊർദെഖായി അവളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ട്. ഇസ്രയേലിൻ്റെ രക്ഷ എവിടുന്നെങ്കിലും ഉണ്ടാകാം, എന്നാൽ നിന്റെ ഭവനം നശിച്ചു പോകും, നീ ചെയ്യേണ്ടത് ചെയ്യുന്നില്ലെങ്കിൽ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആർക്കറിയാം? അദ്ദേഹത്തിന് കിട്ടിയ ദർശനം അവളോട് പറഞ്ഞു. അവൾ ഉപവസിച്ചു, അവളെ പ്രാർത്ഥിച്ചു, അവൾ രാജസന്നിധിയിൽ ചെന്നു. നമുക്കറിയാം, ഇസ്രയേലിനൊരു വിടുതൽ എസ്തറിൽ കൂടെ ലഭിക്കാനിടയായി. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. നിങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച്, എൻ്റെ വാഹിലൂടെ കേൾക്കുന്ന ഈ വാക്കുകളെ ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിയെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം എടുത്ത് അതിൻ്റെ 17-ാം അധ്യായം 17-ാം വാക്യം എന്ന് വായിച്ചു. നമ്മൾ വിചാരിക്കും ഈ അന്തിക്രിസ്തുവിൻ്റെ ഭരണമൊക്കെ അങ്ങ് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാ, ശത്രു പ്രബലനായതുകൊണ്ട് വരുന്നതാ എന്നൊക്കെ തോന്നാം. എന്നാൽ വെളിപ്പാട് പുസ്തകം 17 എന്തോ എന്ന് നമ്മൾ വായിച്ചേ. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ പ്രമാണികൾക്കും ഒരു ഉത്തേജനം കൊടുക്കുകയാണ് അന്തിക്രിസ്തുവിനെ രാജാവായി സ്വീകരിപ്പാൻ. സഭ എടുക്കപ്പെട്ടതിന് ശേഷം അന്തിക്രിസ്തു ഇവിടെ ഭരിക്കുവാൻ ഇടയാകത്തക്കവണ്ണം മത നേതാക്കന്മാർക്കും ഉപദേശക്കാർക്കും ഉപദേശം നൽകുന്നവർക്കും മിലിറ്ററി ലീഡേഴ്സിനും എല്ലാ രാജാക്കന്മാരുടെയും ഹൃദയത്തിൽ ദൈവം പ്രേരണ കൊടുക്കുകയാണ്, നിങ്ങൾ ഇവരെ അങ്ങ് രാജാവാക്കിയോളാൻ. കാരണം എന്താ? ദൈവവചനത്തിലെ പ്രവചനം നിവൃത്തിയാകണം. കാരണം അന്തിക്രിസ്തു ഉണ്ടാകണം. യേശു ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. എന്നാൽ ഒരുവൻ തൻ്റെ സ്വന്തം നാമത്തിൽ വരും, നിങ്ങൾ അവനെ കൈക്കൊള്ളും. അങ്ങനെ അന്തിക്രിസ്തുവിനെ ഇസ്രയേൽ ജാതി ഉൾപ്പെടെ എല്ലാ മാനവരാശിയും രാജാവായി, കള്ളമെസ്സികയായി, കള്ളമെസ്സിയാന്ന് അവർക്ക് തോന്നുന്നില്ല, മെസ്സികയാണെന്ന് അവർക്ക് തോന്നത്തക്കവണ്ണം അവനെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവരുടെ ഹൃദയത്തിൽ ഇതാ ആഗ്രഹം, ഇങ്ങനെയുള്ളൊരു ലീഡർ വരണം. കർത്താവിനെ വേണ്ട, കർത്താവിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പോയി കഴിഞ്ഞു. ഇങ്ങനെയുള്ളൊരുവനെയാണ് അവർക്ക് വേണ്ടിയത്. അപ്പോൾ ഒരേ മനസ്സിലൂടെ ഇവർ തിരഞ്ഞെടുത്തോട്ടെന്ന് കരുതി ദൈവം. അവരുടെ ഇഷ്ടത്തിന് അവരെ വിട്ടുകൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ദൈവ കുഞ്ഞുങ്ങളെ, നമ്മെ ദൈവം വിളിച്ചതിനും വേർതിരിച്ചതിനും ഒരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ആശ്രയപൂർവം ഈ ക്രിസ്തുവിന് വേണ്ടി നിലനിൽപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അന്തിക്രിസ്തു വരുമ്പോൾ അവൻ്റെ ഉദ്ദേശം എന്താ? ലോകം മുഴുവൻ ഭരിക്കുന്ന ലോകരാജാവായി ഞാൻ വാഴണം. മസിഹായെ ആർക്കും വേണ്ട, യഥാർത്ഥ ദൈവപുത്രനെ ആർക്കും വേണ്ട. എന്നാൽ സങ്കീർത്തനം 2 ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവനെ പരിഹസിക്കുന്നു, സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ദൈവം ഡിക്ലർ ചെയ്യുകയാണ്. രക്ഷ വേണോ? പുത്രനെ ചുംബിച്ചുകൊള്ളുക, മസിഹയായ ക്രിസ്തുവിനെ ചുംബിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, ക്രിസ്തേശുവിന് വേണ്ടി ജീവിക്കുക. അത് ലോകത്തോട് പിതാവാം ദൈവം കൽപ്പിക്കുന്ന ഓർഡറാണ്. ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. കലഹങ്ങൾ നിങ്ങളുണ്ടാക്കും, അന്തിക്രിസ്തുവിനെ നിങ്ങൾ വാഴിക്കും, എന്നാൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ദൈവവചനം നമ്മളോട് പറയുന്നത് എന്താണ്? ക്രൂശ് എടുത്ത്
എന്നെ പിന്തുടരാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കളയുന്നവൻ എന്നെ കണ്ടെത്തും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തുമെന്നാണ് കർത്താവ് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെക്കേണ്ടി വന്നാലും നിത്യജീവനെ നാം പ്രാപിക്കുമെന്നുള്ള ശക്തമായ ദൂതാണ് അവിടെ പ്രസ്താവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ ഇവിടെ പോയെന്ന് വരാം. ഇന്നിപ്പോൾ അനേകം മിഷണറിമാർക്ക് ഉപദ്രവങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചല്ലോ, ഈ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്ന് നമ്പർ 1 കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ പേര് തന്നെയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് ഗാന്ധിനഗറിൽ നിന്നുള്ള ഒരു പാസ്റ്ററെ, അദ്ദേഹം മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ട് പിന്നെ ജയിലിലിട്ടിരിക്കുക. അത് വിളിച്ച ഒരാളിനോട് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എത്ര പേര് ജയിലിൽ കിടക്കുന്നു, എത്ര പേര് ഉപദ്രവിക്കപ്പെടുന്നു, എത്ര പേര് കൊല്ലപ്പെടുന്നു. എന്നാൽ കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്താലോ അവൻ നിത്യജീവനെ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദൗത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏത് രീതിയിലും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പർപ്പസ് നിറവേറണമെന്നുള്ള രീതിയിൽ മുന്നേറണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. യേശു ക്രൂശ് എടുത്തുകൊണ്ട് പോവുകയാണ് ഗോൽഗോഥാവിലേക്ക്. അന്നത്തെ ക്രൂശിൻ്റെ തടിക്ക് ഏതാണ്ട് 88 പൗണ്ട് വെയിറ്റ് ഉണ്ട്. യേശുവിനെ സാധാരണ രീതിയിൽ ഈസിയായിട്ട് ചുമക്കാനുള്ള വെയിറ്റേ ഉള്ളൂ 88 പൗണ്ടെന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഏത് പുരുഷനും ചുമക്കാവുന്ന ഒരു വെയിറ്റാണ് 88 പൗണ്ട്. അതാണ് ആവറേജ് ക്രൂശിൻ്റെ വെയിറ്റ്. എന്നാൽ ഈ ക്രൂശ് എടുക്കുന്നതിന് മുമ്പായിട്ട് യേശുവിനെ 40 അടി അടിച്ചു ചമ്മട്ടി കൊണ്ട്. ഈ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ തൻ്റെ മാംസപേശികൾ പുറത്തു വരുന്നുണ്ട്. തൻ്റെ അസ്ഥി കാണാം, ഒടിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നു. അന്ന് രാത്രിയിൽ കർത്താവ് ഉറങ്ങിയിട്ടില്ല. യേശുവിനെ വിസ്തരിക്കുകയാണ് പല കോടതികളിൽ. തൻ്റെ ചെകിട്ടത്തടി ഏൽക്കുന്നുണ്ട്, തൻ്റെ രോമമൊക്കെ പിഴുതെടുക്കപ്പെടുന്നുണ്ട്, കന്നത്തടി ഏൽക്കുന്നുണ്ട്, തുപ്പലേൽക്കുന്നുണ്ട്. താൻ വളരെയധികം കഷ്ടപ്പെട്ട ഒരു രാത്രിയാണത്. പ്രൈസ് ദി ലോർഡ്. തനിക്ക് ഈ 40 ചമ്മട്ടി കൊണ്ടുള്ള അടി എടുത്ത് കയറ്റി തനിക്ക് ഈ ക്രൂശെ ചുമക്കാനുള്ള കെപ്പില്ല. അതുകൊണ്ടാണ് യേശുവിന് 88 പൗണ്ടുള്ള ക്രൂശ് എടുക്കാൻ കെപ്പില്ലാതെ വരുന്നത്. തൻ്റെ രക്തമൊക്കെ വാർന്നുപോയി. അപ്പോഴാണ് അവർ ശീമോൻ എന്ന കുറേനക്കാരനായി കാണുന്നത്. ശീമോനോട് പറഞ്ഞു, നീ ഈ ക്രൂശ് എടുത്തോളാൻ പറഞ്ഞു. ഇവനെ കാൽവറി ക്രൂശിക്കണമെന്ന നിയമം. ഈ ക്രൂശ് എടുത്ത് ഇവൻ വഴിയിൽ ചത്തുപോയാൽ യേശുവിനെക്കുറിച്ചുള്ള ഡിക്ലറേഷൻ ശരിയാകുന്നില്ല, ഇവൻ ക്രൂശിക്കപ്പെടണം. ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന കൽപ്പന ഇവനെ ക്രൂശിച്ച് കൊല്ലണമെന്നാണ്. ക്രൂശ് എടുത്തുകൊണ്ട് പോകുമ്പോൾ കൊല്ലപ്പെടണമെന്നല്ല. അതുകൊണ്ടാണ് അവരെ കുറേനക്കാരനായ ശീമോനെ വിളിച്ച് യേശുവിൻ്റെ ക്രൂശ് ചുമപ്പിക്കുന്നത്. ഈ ശീമോൻ ഇതിനകത്ത് ഒരു പങ്കുമില്ല. ഞാനിപ്പോൾ എസ്തറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, പല ദൈവമക്കളുടെയും പഴയ നിയമത്തിലെ ചരിത്രം പറഞ്ഞതുപോലെ, ഈ കുറേനക്കാരനായ ശീമോന് ഈ കുരിശ് എടുത്തോളാമെന്നും പറഞ്ഞു തന്നതല്ല. ഹല്ലേലൂയ. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ചാൻസാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കണമെന്നുള്ളത്. അവൻ യേശുവിൻ്റെ ക്രൂശ് ചുമന്നു. പിൽക്കാലത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അലക്സാണ്ടറിൻ്റെയും രൂഫസിൻ്റെയും അമ്മയായ അവരുടെ അമ്മ എൻ്റെയും അമ്മയാണ്. അലക്സാണ്ടറും രൂഫസും ആരാണ്? ഈ കുറേനക്കാരനായ ശീമോൻ്റെ മക്കളാണ്. അവർ ക്രിസ്തയേശുവിൽ പ്രസിദ്ധരായി തീർന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ ക്രൂശ് താല്പര്യപൂർവ്വം അല്ലെങ്കിലും അല്ലെങ്കിലും ചുമന്നവനായ ഈ കുറേനക്കാരനായ ശീമോൻ അത് ചുമന്നത് കാരണം അവൻ്റെ മക്കൾ ക്രിസ്തയേശുവിൽ പ്രസിദ്ധരായെന്നും അവരുടെ അമ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ കുറേനക്കാരനായ ശീമോൻ്റെ ഭാര്യയെക്കുറിച്ച് പൗലോസ് പറയാം, അവൾ എൻ്റെയും അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുമ്പോൾ പുള്ളി ഒരു യഹൂദനൊന്നും അല്ല, അവിടെ വന്നു വാർത്ത വ്യക്തിയാണ്. അവനെയും യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ ഒരു പങ്കാകുവാൻ ദൈവം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ക്രിസ്തയേശുവിൽ നമ്മുടെ ആശ്രയം പൂർണ്ണമായി നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടി ഇരുന്നു കൊള്ളാം എന്നരുളി ചെയ്തവൻ്റെ പുറകെ പോകുവാൻ,
അനുഗമിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് കഴിയുമോ? നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഈ വിശുദ്ധി എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്, എന്നിലൊരു വേർപാടുണ്ടായിരിക്കണം എന്നുള്ള ബോധ്യമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വകയാണ് എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തി ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിൽപ്പാൻ ആഗ്രഹിക്കും. അത് മറ്റാളുകൾ ഉപദേശം കൊണ്ട് തലക്കടിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ കേട്ടതുപോലെ സ്നാനപ്പെട്ടാൽ മതി പിന്നൊന്നും ചെയ്യണ്ട എന്നുള്ള മനോഭാവത്തിലിരിക്കുകയോ ചെയ്യത്തില്ല. ജീവൻ പോയാലും ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും. നമ്മുടെ ഒരു ബൈബിൾ കോളേജ് നടക്കുന്നത് നാഗാലാൻഡിലാണ്. അവിടെ ഒരു പാട്ട്, നമ്മൾ ഈ സാധാരണ ബൈബിൾ സ്കൂളിൻ്റെയൊക്കെ ഗ്രാജുവേഷന് പാടുന്ന ഒരു പാട്ടുണ്ട്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ഞാൻ പാടാനത്ര കഴിവുള്ള വ്യക്തിയല്ല. ഇത് നാഗാലാൻഡിൽ രചിക്കപ്പെട്ട ഒരു പാട്ടാണ്. നാഗാലാൻഡിലെ ഒരു ഗോത്രത്തിൻ്റെ അടുക്കിലേക്ക് യൂറോപ്യനായ ഒരു വ്യക്തി സുവിശേഷവുമായി ചെന്നെത്തി. അന്ന് അവർ മനുഷ്യരെ തിന്നുന്ന ആളുകളാണ്. ഗ്രാമത്തലവന്മാരാണ് ഗ്രാമത്തെ നിയന്ത്രിക്കുന്നവർ. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ ഈ സുവിശേഷകൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെടുവാനിടയായി. നരഭോജികളായിരുന്ന അവർ ആ മനുഷ്യനും കുടുംബവും മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യരായി മാറി. അപ്പോൾ ഗ്രാമത്തലവൻ പറഞ്ഞു, അവൻ്റെ അടുക്ക കംപ്ലൈൻറ്റ് വന്നു, ഒരു പുതിയ ആശയത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു കുടുംബം മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇതിൽ നിന്ന് മാറിയാൽ, ഈ വിശ്വാസത്തിൽ നിന്ന് മാറിയാൽ നിനക്ക് രക്ഷയുണ്ട്, അല്ലെ നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് മക്കളെ കൊന്നു. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. എന്നിട്ട് പറഞ്ഞു, കൊച്ചുങ്ങളെ കൊന്നിട്ടും അദ്ദേഹത്തിന് മനസ്സ് മാറിയില്ല. അപ്പോൾ പറഞ്ഞു, നിനക്ക് പിന്മാറാൻ ഇപ്പോൾ സമയമുണ്ട്. നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് മാറിയാൽ നിൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്താം, നിന്നെയും രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും പിന്മാറരുത്. ഹല്ലേലൂയ. അവരെയും അവർ കൊന്നു. അപ്പോൾ പറഞ്ഞു, നിനക്കിപ്പോഴും അവസരമുണ്ട്, നിൻ്റെ പ്രാണനെ നിനക്ക് രക്ഷിക്കാം. നിൻ്റെ ഭാര്യ മരിച്ചു, നിൻ്റെ മക്കളും മരിച്ചു, നിനക്ക് നിൻ്റെ വിശ്വാസം വിട്ടുമാറാം. അദ്ദേഹം പറയുകയാണ്, ദ ക്രോസ് ഈസ് ബിഫോർ മീ, ദ വേൾഡ് ഈസ് ബിഹൈൻഡ് മീ, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. അവർ ഭാര്യയെ കൊന്നു, മക്കളെ കൊന്നു, തന്നെയും കൊന്നു. ചരിത്രം ഇങ്ങനെ പറയുന്നത്, ഇതൊരു ഊഹാപോഹ കഥയല്ല, ഇത് നടന്ന കഥയാണ്. സംഭവിച്ചതെന്നാന്ന് ചോദിച്ചാൽ, ഇത്രയും ഈ മക്കളെയും ഭാര്യയും ഒക്കെ കൊന്നിട്ട് പിന്മാറാതെന്ന ഈ മനുഷ്യൻ്റെ വിശ്വാസം, ഇയാളൊരു നല്ല സിറ്റിസണാണെന്ന് ഗ്രാമത്തലവൻ അറിയാം. അപ്പോൾ ചോദിക്കുകയാണ്, ഇതെന്തായിരിക്കും കാരണം? അദ്ദേഹത്തെ അത് ഹോണ്ട് ചെയ്തു ആ ചിന്ത. ഈ നല്ല മനുഷ്യൻ എന്തിന് ഇത്ര സ്റ്റബേണായി? അങ്ങനെ അന്ന് ഈ യേശുവിനെ എനിക്കൊന്നറിയണം. അയാളൊടുവിൽ മിഷണറിമാരെ അയാൾ തന്നെ പോയി കണ്ടു. അയാൾ ഒടുവിൽ കർത്താവിനെ സ്വീകരിച്ച് രക്ഷിതാവായി. ആ ഗോത്രം മുഴുവൻ യേശുവിനെ സ്വീകരിപ്പാനിടയായി. നാഗാലാൻഡിൽ ഇന്ന് ഒരു 80% കൂടുതൽ വിശ്വാസികളുണ്ട്. 80 അല്ല, ഒരു 95% ആളുകൾ ഞാൻ 70s അവിടെ ജോലി ചെയ്യുമ്പോഴുണ്ട്. ഇന്നും വെളിയിൽ നിന്നുള്ള മറ്റ് സ്റ്റേറ്റിലെ ആളുകളോടൊക്കെ കൂടിയതുകൊണ്ട് ഇപ്പോഴും 90യുടെ അടുത്ത് % ക്രിസ്ത്യൻസ് ഉള്ളൊരു നാടാണത്. നോ ടേണിംഗ് ബാക്ക്. ഞാൻ യേശുവിനെ സ്വീകരിച്ചു, സോ നോ ടേണിംഗ് ബാക്ക് എന്ന ഉറച്ച നിലയിൽ നിൽക്കാനുള്ള മനോഭാവത്തിനുണ്ടായി. നമ്മളെ കർത്താവ് വിളിച്ചു, വേർതിരിച്ചു, മക്കളാക്കി, അവകാശികളാക്കി, കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ നമുക്കിടയായി എങ്കിൽ ഈ മനുഷ്യനെടുത്ത പോലൊരു തീരുമാനം നമുക്കും എടുക്കാൻ കഴിയട്ടെ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉപേക്ഷിക്കാത്ത കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ധീരതയോടെ, ധൈര്യത്തോടെ നമുക്ക് കർത്താവിനെ ഫോളോ ചെയ്ത് അവൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്ലാനും പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. മേ ഗോഡ് ബ്ലെസ് യു.